കുറച്ച് സെക്കൻഡ്സിന് ശേഷം അവൾ ആ റൂമിന്റെ സൈഡിലോട്ട് നോക്കുമ്പോൾ ആ രൂപം അവിടെ ഉണ്ടാവില്ല. അവൾ ചുറ്റോറ് നോക്കുന്നുണ്ട്, എന്നാൽ ആ രൂപത്തെ പിന്നെ കാണുന്നില്ല. അവൾ വേഗം ഫോൺ എടുത്ത് അഞ്ജുനെ വിളിക്കുന്നുണ്ട്. എന്നാൽ നട്ടപ്പാതിര നേരത്ത് വിളിക്കുമ്പോൾ നമ്മളാണെങ്കിലും പേടിക്കല്ലോ, അതുപോലെ അഞ്ജും പേടിച്ചു. അഞ്ജു ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, ഇടി എന്തടി, എന്താ പ്രശ്നം? അത് ചോദിച്ചായിരുന്നു തുടങ്ങിയിരുന്നത്. അപ്പം ഈ പെൺകുട്ടി നേരെ പറയും, ഇടി നീ പറഞ്ഞില്ലിരുന്നോ ഒരു ഹെയർ ക്രാബ്, അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഞാൻ നാളെ രാവിലെ ഞാൻ നിനക്ക് വീട്ടിലെത്തിക്കുന്നു. അപ്പൊ അഞ്ജു ചോദിക്കും, ഹെയർ ക്രാബോ? ഏത് ഹെയർ ക്രാബിന്റെ കാര്യം നീ പറയണേ? ഞാനൊരു ഹെയർ ക്രാബും പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പൊ ഈ പെൺകുട്ടി ചോദിക്കും, നീ തമാശ കളിക്കല്ലേ, ഞാൻ അല്ലെങ്കിലേ ഇവിടെ കുറച്ച് പ്രശ്നത്തിലാണ്, നീ അതിന്റെ കൂടെ നീയും കൂടി തമാശ അടിക്കാൻ നിൽക്കരുത്. അപ്പൊ അഞ്ജു ചോദിക്കും, നീ വല്ല സ്വപ്നം കണ്ടോന്ന്? അപ്പൊ പെൺകുട്ടി പറയും, ഇനി ഞാൻ സ്വപ്നം കണ്ടതൊന്നുമല്ല, നീ തന്നെയല്ലായിരുന്നോ എന്നെ ഒന്ന് ഫോൺ വിളിച്ചങ്ങാണ്ട് പറഞ്ഞിരുന്നത്, നിനക്ക് ഒരു ഹെയർ ക്രാബ് വേണം, സെയിം ഡിസൈൻ തന്നെ വേണം, ഞാൻ ഡിസൈൻ വാട്സപ്പ് ചെയ്യാമെന്ന്, ഒരു പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇത് ഒപ്പിച്ചിരുന്നേന്ന് ചോദിക്കും. എന്നാൽ അഞ്ജു പറയും, ഇടി ഞാൻ ഇങ്ങനത്തെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല, നീ വല്ല സ്വപ്നം കണ്ടിട്ടുണ്ടാവും, എന്തായാലും റിലാക്സ് ആയിട്ട് കിടക്ക്, നാളെ രാവിലെ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞ് അഞ്ജു ഫോൺ കട്ടാക്കുന്നുണ്ട്. അഞ്ജു ഫോൺ കട്ടാക്കിയ ശേഷം ഈ പെൺകുട്ടി അവൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ അതില് ഹെയർ ക്രാബിന്റെ ഒരു ഫോട്ടോസും അതിൽ കാണുന്നുണ്ടാവില്ല. ശേഷം ഈ പെൺകുട്ടി കോൾ ഹിസ്റ്ററി നോക്കുന്നുണ്ട്. അതില് ഈ പെൺകുട്ടി അഞ്ജുവിനെ കോണ്ടാക്ട് ചെയ്തതല്ലാതെ അഞ്ജു തിരിച്ച് കോണ്ടാക്ട് ചെയ്തതിന്റെ ഒരു ഹിസ്റ്ററിയും അതിൽ കാണുന്നുണ്ടാവില്ല.